താങ്കൾക്ക് എന്നെ അറിയാനിടയില്ല, പക്ഷെ എനിക്ക് നിങ്ങളെ അറിയാം. ആ സ്വാതന്ത്ര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു കത്ത് എഴുതുന്നത്. നിങ്ങൾ കേട്ടിരിക്കാനിടയില്ലാത്ത 7000 കണ്ടി എന്ന ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ. ഒരുപക്ഷെ ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ ഒരിടം. കഴിയുമെങ്കിൽ നിങ്ങളുടെ തിരക്കിൽ നിന്നും ജീവിതത്തിലെ വിലപ്പെട്ട സമയങ്ങളിൽ നിന്നും കുറച്ച് ദിവസം ഈ ഗ്രാമത്തിനായി മാറ്റിവെക്കാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ ഇവിടേക്ക് വരിക. നമ്മൾ പോകുന്ന ഗ്രാമത്തിന്റെ പേരെന്താന്നാ പറഞ്ഞേ? 7000 കണ്ടി. വേഗം പറ്റി, നേരെ 8 ഓ, മാനം നോക്കി സമയം പറയൂ. വാച്ചില്ലേ? നമ്മളൊരു 10-25 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവോ? മഴ വന്ന തണ്ണിയോടോ അട്ടിക്കുള്ള മണക്കോ മണത്താ തേനൊഴുകോ തേനൊഴുകിയ കുരുവി വരും. ഹലോ. ഇനിയും ഒരാളാലും മോഷ്ടിക്കപ്പെടാത്ത നിധികളുള്ള ഒരു ഗ്രാമം. എന്നാൽ ഏതു നിമിഷവും ഈ നിധി കൊള്ളയടിക്കപ്പെട്ടേക്കാം. എന്നേക്കുമായി ഈ ഗ്രാമം ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടേക്കാം. പക്ഷെ നമ്മൾ ഇത്ര പേര് എന്ത് ചെയ്യാനാ? ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. എന്തായാലും നിങ്ങളാരും ഇല്ലെങ്കിലും എനിക്കിവരെ വിട്ടുപോകാൻ പറ്റില്ല. ഇത് അവരുടെ നാടല്ലേ. ഇവിടുന്ന് അവരെ ഓടിച്ചാൽ പിന്നെ അവരെവിടെ പോയി ജീവിക്കും? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. യോസ് ട്രൂലി, ഫിലിപ്പോസ് ജോൺ വർക്കി.